ഉച്ചവരെ നമ്മൾ ഭക്ഷണത്തിന് മുന്നേ വരെ 3 ഡൈവാണ് ചെയ്തത്. അന്ന് നിർത്തുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു നാലാമതും ഇനിയും ട്രൈ ചെയ്യും. ഇപ്പോൾ നാലാമത്തെ ഡൈവിലേക്ക് പോവുകയാണ്. അപ്പോൾ തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചത്. കാരണം മത്സ്യത്തൊഴിലാളികൾ ആയ മാൽപ്പയുടെ നേതൃത്വത്തിൽ 8 പേർ ഇന്നാണ് ജോയിൻ ചെയ്തത്. തീർച്ചയായും ഇന്ന് അതിന്റെ ഭാഗമായി ഡൈവിംഗ് ഉൾപ്പെടെ നടക്കുന്നു എന്നുള്ള വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇവിടെ നമ്മളെല്ലാവരും നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും മെറ്റൽ ഡിറ്റക്ടറിൽ ഏറ്റവും കൂടുതൽ സാധ്യത പറഞ്ഞ കേന്ദ്രത്തിലും മത്സ്യത്തൊഴിലാളികൾ നേരത്തെ കണ്ടെന്ന് ഒരു വർത്തമാനം സൂചിപ്പിച്ച ഇടവും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡൈവിംഗ് നടക്കുന്നത്. നേരത്തെ 2 ഡൈവിങ്ങൾ, 3-ാം ഡൈവിംഗിലാണ് അദ്ദേഹത്തിന്റെ റോപ്പ് അഴിഞ്ഞ് ദൂരേക്ക് ഒഴുകി പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ അതേ പോയിന്റിൽ തന്നെയാണ്, പക്ഷേ മറ്റൊരു കേന്ദ്രം, ഒരു ഫോക്കസ് എന്ന രീതിയിലേക്കാണ് ഡൈവിംഗ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മാൽപ്പയുടെ ഇദ്ദേഹത്തെ ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം സംസാരിക്കുന്നത് 100-ലധികം ഇത്തരം ഓപ്പറേഷനിൽ പങ്കെടുത്ത ഒരാളാണ്, കടലിൽ ഉൾപ്പെടെ ഇത്തരം ഓപ്പറേഷനിൽ പങ്കെടുത്ത ഒരാളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹവും വലിയ കോൺഫിഡൻസോട് കൂടിയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഒഴുക്ക് ശക്തമാണ്, നേരത്തെ നിന്ന് വ്യത്യസ്തമായി ഒഴുക്ക് ശക്തമായിട്ട് തന്നെ ഉണ്ട്. എങ്കിൽ പോലും മാൽപ്പ അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തിൽ നിന്ന് നിർവഹിക്കാൻ പറ്റുമെന്ന ഒരു കോൺഫിഡൻസ് കൂടിയാണ് അദ്ദേഹം നമുക്ക് പകരുന്നത്. എം വിജിൻ, ഇപ്പോൾ ഇതിൽ സുരക്ഷ ഏത് തരത്തിലേക്കാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? താങ്കൾ പറഞ്ഞതുപോലെ അടിയൊഴുക്ക് ശക്തമാണ്, അപ്പോൾ വളരെ ഡേഞ്ചറസ് ആണ്. ഏത് തരത്തിലേക്കുള്ള സുരക്ഷ? നേവി ഉൾപ്പെടെ അവിടെ ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായും നേവിയുടെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി തന്നെയാണ് മത്സ്യത്തൊഴിലാളി ഈ പ്രവർത്തനം നടത്തുന്നത്. ഇപ്പോ പൂർണ്ണമായി അദ്ദേഹം ഡൈവ് ചെയ്യുമ്പോൾ സഹായങ്ങൾ കൊടുക്കുന്നത് ഒന്ന് ആ മണൽത്തിട്ട കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഒരു പോയിന്റ് അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് 3 പോയിന്റുകൾ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ കരയിൽ നിന്നുള്ള സപ്പോർട്ട് കൂടി കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആങ്കറിംഗ് വെച്ച് നടത്തിക്കൊണ്ട് ഇതിന്റെ പ്രവർത്തനം നടത്തുന്നത്. നേവിയുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ട്. നേരത്തെ ഡ്രോപ്പ് പൊട്ടി അദ്ദേഹം ഒഴുകിപ്പോയ ഘട്ടത്തിലും നേവിയുടെ സഹായത്തോട് ബോട്ട് തന്നെയാണ് അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തിരിച്ചു ബോട്ടിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. അങ്ങനെ നേവിയുടെയും മറ്റ് സംവിധാനങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ, ഈ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്.